തനിക്ക് ആ പെണ്ണിനെ മനസ്സിലായോ? ഇല്ല. പട്ടാളക്കാരൻ പപ്പന്റെ 2ാം കെട്ടിലുള്ള മോളാ. അടുത്ത ആഴ്ച കല്യാണം നിശ്ചയിച്ചിരിക്കുക. ചെറുക്കം ബോംബെ എന്നുള്ളതാ. കഷ്ടം. എന്താ ഇത്ര കഷ്ടം? ഒരു കഷ്ടവും ഇല്ല. താമസിയാതെ കേക്കാം. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചെന്നോ റെഡ് സ്ട്രീറ്റിൽ അകപ്പെട്ടെന്നോ ഒക്കെ. നാക്കെടുത്ത് വളച്ച എന്തെങ്കിലും നല്ല 2 വർത്തമാനം തന്റെ വായിന്ന് കേട്ടത് എനിക്ക് ചത്താ മതിയായിരുന്നു. ഇപ്പോഴേ അതിന് തയ്യാറാകുന്നതാണ് നല്ലത്. കരൾ വീക്കമല്ലേ തനിക്ക്, കാലപ്പഴക്കത്തേക്കില്ല. ചെറുക്കൻ ഇത്തിരി കള്ളു കുടിക്കുന്നതോ വഴക്കുണ്ടാക്കുന്നതോ ഒന്നും സാരമില്ല. പക്ഷേ ഓവറാകരുത്. പെണ്ണിനെ ഇടിക്കരുത്. വല്ലതിന്റെ മോളാണെങ്കിൽ ഏത് വൃത്തികെട്ടവന്റെ കൂടെയും പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പക്ഷെ ഇതെന്റെ സ്വന്തം മോളായി പോയില്ലേ. കള്ളുകൂടിയും കുഴപ്പമില്ലെന്നാണോ? എന്ത് കുഴപ്പം? എനിക്കങ്ങനെ അതിമോഹമൊന്നുമില്ല പീതാംബര. നീ തന്നെ പോയി അന്വേഷിച്ചാലേ എനിക്കൊരു സമാധാനാവും. ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന നാരായണന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാ മതി. സമയമില്ലാസ്. ആഹാ, ആശാൻ പോയില്ലായിരുന്നു. ഞാൻ ചായ എടുത്തില്ല. കുഴപ്പമില്ല, ഞാൻ കാത്തിരിക്കാം. ആ ചായ അങ്ങോട്ട് കൊടുക്കമ്മേ. ഇങ്ങാട്ടെ. എന്തായി കല്യാണ പ്രശ്നം? പീതാംബരം പോയെന്ന് അന്വേഷിക്കണം. വേറെ തിണ്ടികളെ അയക്കാവെന്ന് വെച്ചാല് വണ്ടി കൂലി, ഊണ് കാശ്, വട്ടച്ചെലവ് ഇതൊക്കെ ചോദിക്കാം. ആ, അത് നേരെ. ഇവനാവുമ്പോ പിന്നെ അതൊന്നും വേണ്ട. അഭിമാനിയാ. അപ്പൊ പിന്നെ എപ്പോഴാ പീതാംബര പോണേ? നാളെ പോവാം. പോയിട്ട് വരുന്ന വഴിക്ക് എന്റെ വീട്ടിലോട്ട് കേറിയാ മതി. തീർന്നു. പോട്ടെ അമ്മേ. കാലിനെന്ത് പറ്റുവാണത്? അറുവാച്ചന്റെ തോട്ട് മാടിക്ക ചാമ്പലയത്ത് ഇറങ്ങിയപ്പോ കുപ്പിച്ചില് കൊണ്ടതാ. നിനക്കിത് വേണവടാ. കുപ്പിച്ചില് കൊണ്ടാ ഓടണമെന്ന് ഏത് വൈദ്യനാടാ പറഞ്ഞേ? പീതാംബരൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നു. പീതാംബരൻ പാമ്പ് കടിച്ച് ചത്ത കരണന്റെ വീട്ടിൽ കാണും. നാളെ പെണ്ണിന്റെ കല്യാണമല്ലേ. കഷ്ടം. എന്താ അവിടത്തെ കാര്യം? അറിഞ്ഞില്ലേ? മമ്മാടെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയി. എല്ലാരും കൂടി ആരുടെ വരി പണം പോവാ? നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ മാത്രം പോയിട്ട് വരാം. ഞാൻ പീതാംബരൻ. എസ്ഐയുടെ പങ്ങളുടെ കല്യാണത്തിന് ദേഹണ്ണം മുഴുക്കാൻ ഞാനായിരുന്നു. കഷ്ടം. ആര് മരിച്ചെന്നാ പോലീസുകാരൻ പറഞ്ഞേ? അവന്റെ തന്ത. പോലീസ് സ്റ്റേഷനിലും കയറാൻ പറ്റത്തില്ലെന്ന്. പോലീസുകാര് ജൊക്കി വല്ലതും ചെയ്യുവോ? ഉമ്മ വയ്ക്കും. കൊമ്പമീശയില്ലാത്ത ജൊക്കിയുടെ ഭാഗ്യം. ഉണ്ടെങ്കിൽ എന്താ ആശാനെ? പണ്ടെങ്കിൽ എന്താ ആശാനെ? ഓ, നിനക്ക് പത്രം വായിക്കാനും അറിഞ്ഞൂടല്ലോ. കൊമ്പമീശയോട് പോലീസുകാർക്ക് പ്രത്യേക സ്നേഹമാ. അവരത് പിഴുതെടുക്കും. ഇങ്ങനെ. എന്താണോ വിശന്നിട്ടാ. ജാമ്യം കിട്ടിയോ? എസ് ഐ ഇവിടെ ഇല്ല. പോക്കറ്റടിക്കാരൻ ഉസ്മാനെ തൊഴിച്ച് കാലുളിക്ക് ക്വാർട്ടേഴ്സിലാ. ഉളുക്കുന്ന കാലുകൊണ്ട് ഏമാനത്തിനാ തൊഴിക്കാൻ നടക്കുന്നേ. ജോക്കിയെ കണ്ടോ? അവൻ നല്ല ഉറക്കത്തിലാ. നമ്മളിപ്പോ അവനെ ജാമ്യത്തിലെടുത്ത് ഉപദ്രവിക്കണോ? നല്ല ഉറക്കമാണെങ്കിൽ നമുക്കങ്ങ് പോവാ. വാ, പോവാൻ വരട്ടാശാനെ. എസ് ഐയുടെ കാലുളിക്ക് നിറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയെന്ന് നോക്കിയില്ലെങ്കിൽ മോശമല്ലേ? മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമാണ്. ചിലപ്പോ ചില തെണ്ടികളുടെ സഹായവും വേണ്ടി വരും. പണ്ട് എസ് ഐയുടെ വീട്ടിലോട്ട് പുഷ്കരാ. വേറെ റേഷൻ തൂക്കി കൊടുക്കാൻ നിന്നവനാ പറഞ്ഞത്. അവൻ പീതാംബരൻ എന്താ വിളിച്ചെന്നറിയാവോ? പട്ടിന്ന്. ഉള്ളതോന്നോ? അവൻ പിന്നെ കള്ളം പറയൂ? പീതാംബരൻ ഒരു അക്ഷരം മിണ്ടാതെ പോയി. അയാൾ റേഷൻ നേരാമണ്ണം തൂക്കി കൊടുക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. പീതാംബരൻ അത് ചോദിച്ചെങ്കിൽ അയാൾ തെറി പറയേണ്ട കാര്യം എന്താ? നമ്മളിൽ ഇടപെടണം. ഇടപെട്ടേ പറ്റൂ. ആശാൻ എന്നോട് നിൽക്കാമോ? അധികം നേരം നിൽക്കാൻ എനിക്ക് പറ്റൂല. കുറച്ച് കഴിയുമ്പോ ഇരിക്കണം. നിൽക്കാവുന്നിടത്തോ നിൽക്ക്. ആശാൻ ദുർബലനാണെങ്കിലും ഒരു പിൻബലത്തിന് നല്ലതാ. അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടാകുമെങ്കിൽ ഞാൻ നിൽക്കാം. ഉണ്ടാവും. നിൽക്കാം. കണ്ടപ്പാ, ആദ്യം 3 ചായ വാങ്ങിച്ചോണ്ടോ. കടിക്കാൻ വല്ലതും വേണോ? ഒരു പട്ടിയെ കൂടി വാങ്ങിച്ചോ. ഭരണത്തിന്റെ സമരം ചെയ്യും. തന്നേ തീരൂ, തന്നേ തീരൂ. എന്തോന്നാടാ പീതാംബര ഇതൊക്കെ? പാവം തൊഴിലാളികൾ. ഇവർക്ക് ആരുമില്ല. ഒരു 5-6 ദിവസത്തേക്ക് ഒരു നിരാഹാര സത്യാഗ്രഹം. നിനക്ക് ഭ്രാന്ത. പട്ടിണി കിടക്കാൻ നിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ സൗകര്യം ഉണ്ടല്ലോ. പീതാംബര വന്നേ, കുറച്ച് പാർട്ടി തന്നെ കാണാൻ വന്നിരിക്കുക. ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. നിരാഹാര സമരം ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ വിട്ടേക്ക് ആശാനെ. ഉടനെ വരാം. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കില്ല. കണ്ടാ വന്നത്? നിങ്ങൾ ഒരു മിനിറ്റ് അവിടെ തന്നെ വാ. ഒരു കാര്യം പറയാനുണ്ട്. അത്യാവശ്യ കാര്യമാണ്. കുവൈറ്റിൽ കുറെ കാലം കഴിഞ്ഞിരുന്ന ഒരു ഡീസന്റ് ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കുവൈറ്റിൽ സമരമില്ല. അതാണ് അവരുടെ വിജയരഹസ്യം. ജോക്കി, പട്ടിണി കിടന്ന് ചാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ദാരിദ്ര്യവാസികളെ നീ ഉപദേശിക്കരുത്. വിവരമില്ലാത്ത ആളാ. കണ്ടറിഞ്ഞൂടെ? ഒരു അജ്ഞാത മൃതദേഹം. അതൊരു സ്ത്രീയുടെ കണ്ടു. ആ ചരമക്കള കൂടി നോക്ക്. അതാ ആദ്യം നോക്കിയത്.
അപകടപ്പെടുത്തുകയാണെങ്കിൽ പത്രത്തിൽ വരുമോ? അതൊക്കെ വലിയ ചെലവല്ലയോ? കൊന്നന്മാരിനി അതിനോട് കാശ് മെനക്കെടുത്തുവോ? പീതാംബരൻ ചേട്ടൻ പിന്നെ ഇതെവിടെ പോയി? നാളത്തെ പത്രത്തിൽ കാണുമെന്ന് വിചാരിക്കാം. തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് വിശാലമായൊരു സ്വീകരണം എന്റെ അധ്യക്ഷതയിൽ കൊടുക്കാം. മിക്കവാറും ഇത് വേണ്ടി വരില്ല. പീതാംബരനെ നിർത്തിയാലേ ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. അതിന് പീതാംബരൻ എവിടെ? പീതാംബരൻ തിരിച്ചു വരും. ആദ്യം നോമിനേഷൻ നമുക്കങ്ങ് കൊടുക്കാം. അപ്പോഴാവും അജ്ഞാത ഹൃദയത്തിന്റെ വാർത്ത പത്രത്തിൽ വരുന്നത്. അപ്പൊ നമുക്ക് പിൻവലിക്കാം. ഇനിയിപ്പൊ പീതാംബരന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പോരായ്മ ഈ കരക്കാർക്കാ. ഈ പ്രദേശത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും രാപകലില്ലാതെ ഓടി നടക്കുന്ന പീതാംബരൻ ഈ പഞ്ചായത്തിനെ മൊത്തമായി സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ എന്തുകൊണ്ട് പിന്മാറി ഇന്ന് കരക്കാർ ചോദിക്കും. എന്ത് സമാനം പറയും? അതെ, പ്രവർത്തിക്കുന്ന കാര്യം ഓർത്തൊന്നും പീതാംബരൻ വിഷമിക്കണ്ട. കുവൈറ്റിൽ നിന്ന് വിളി വരുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും. അതിനൊരു മാസത്തേക്കല്ലേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചരണം. സ്വതന്ത്രനായിട്ട് നിന്നാ മതി. പീതാംബരൻ സ്ഥാനാർത്ഥിയാന്ന് അറിഞ്ഞാൽ മറ്റു പാർട്ടിക്കാർ നോമിനേഷൻ കൊടുക്കാൻ മുതിരത്തില്ല. എന്നാലും ചില മിടുക്കന്മാര് മുതിരും. അങ്ങനെ വല്ലവനും മുതിർന്ന അവൻ കെട്ടിവെക്കുന്ന കാശ് ബ്ലേഡ് കമ്പനിയിൽ ഇട്ടതുപോലെ കരുതിയാ മതി. അല്ലേ പീതാംബര? അച്യുതൻ നായർ നന്നായിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യല്ലോ. അപ്പൊ ഇദ്ദേഹത്തെ നിർത്തിയാ പോരെ? വോട്ട് കിട്ടത്തില്ല. അതുകൊണ്ടല്ല, അതുകൊണ്ട് തന്നെ. ഞാൻ നിന്നാ ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്നാലും വോട്ട് ചോദിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടാ. അല്ല, അതിന് പീതാംബരൻ വോട്ട് ചോദിച്ചു ചെല്ലണോന്ന് ആര് പറഞ്ഞു? നാണംകേടാ ഞങ്ങളുണ്ടല്ലോ. അത് ശരിയാ. അത്രയും കാലമെങ്കിലും നാട്ടുകാരുടെ വലി കുറയുമല്ലോ. നാട്ടുകാരെ വലിപ്പിക്കാൻ ഞാൻ എന്തുവാടാ പൊതുമേഖലാ സ്ഥാപനമോ? അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കാം. ചുമ്മാകറി നില്ലേ. ഒന്നീ ജയിക്കും അല്ലെങ്കിൽ തോക്കും. രണ്ടിലൊന്ന് ഉറപ്പാ. ഒരു മിനിറ്റ്. ചെല്ല് ഇപ്പോഴേ പറഞ്ഞു വെച്ചില്ലെങ്കിൽ ആ വോട്ടും പോവും. ഒരു പൊതുതിരഞ്ഞെടുപ്പ് ആവുമ്പോ വേറെ ആരും കേറി നിൽക്കരുത് എന്ന് പറയുന്നത് മര്യാദകേടാ. ഇതിലോട്ട് തട്ടിയാട്ടെ പോകാം. സാറേ, സ്ഥാനാർത്ഥിയാവാൻ തോന്നിയവന്റെ ഒക്കെ 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. നിനക്കല്ല, നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളുടെ. പൊതുജന സേവനത്തിനായി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച വിദ്യാസമ്പന്നനും സൽസ്വഭാവിയുമായ പീതാംബരനെയാണോ, നാട്ടുകാരുടെ മുഴുവൻ ചോര ഊറ്റിക്കുടിക്കുന്ന സാമൂഹ്യദ്രോഹിയായ അവരാച്ചപുത്രനെയാണോ ഈ നാട്ടുകാർക്ക് ആവശ്യമെന്ന് നമുക്കൊന്നറിയണം. മക്കൾ രാഷ്ട്രീയത്തിനൊരു അറുതി വരുത്തണം. ഇതെങ്ങനെയാ മക്കൾ രാഷ്ട്രീയമാവുന്നത്? അവർ അച്ഛൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. എന്നാലും അയാൾ ഒരു തന്തയല്ലേ. അതുള്ളതാ. പീതാംബരനെ കൊണ്ട് ഇനി പ്രസംഗിപ്പിക്കണ്ട. ഗൊൺസാൽവസ് അച്ഛന്റെ ചരമ പ്രസംഗം പോലെ ഇരുന്നു. ശരിയാ, എലക്ഷൻ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ ഒരു ആവേശമൊക്കെ വേണ്ടേ? പീതാംബരൻ പ്രസംഗിച്ചില്ലെങ്കിലും ആ സമയം കൂടി അധ്യക്ഷൻ പ്രസംഗിക്കും. പ്രസംഗിച്ചോട്ടെ. കാക്കയുടെ കൊതിയും തീരും, പശുവിന്റെ കടിയും മാറും. അതുള്ളതാ. പിന്നെ രസീത് ബുക്ക് അതേപോലെ ഇരിക്കുക. വോട്ട് മാത്രം ചോദിച്ചാ പോരാ, പിരിവും കൂടി ചോദിക്കണം. സ്വന്തം സ്ഥാനാർത്ഥിയാ, ഇഷ്ടം പോലെ പിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് ശരിയാ. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും പീതാംബരന് കിട്ടാനുള്ള വോട്ട് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യും. നമ്മുടെ ശ്രദ്ധ മുഴുവൻ പിരിവിലായിരിക്കണം. കുവൈറ്റിൽ നിന്ന് വിളി വരുന്നത് വരെയുള്ള പിരിവിനെ ഞാനുള്ളൂ. അപ്പൊ നീ അടുത്ത കാലത്തൊന്നും പോകാൻ പോകുന്നില്ലെന്നർത്ഥം. അയ്യോ, പണ്ട് കർത്താവിന് ഒറ്റുകൊടുക്കാൻ നേരത്ത് യൂദാസും ഒരു പെഗ് അടിച്ചിരുന്നു. പീതാംബരനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഇട്ട് പണിയണമെങ്കിൽ യവന്റെ പിൻബലമില്ലാതെ പറ്റത്തില്ല. ഉമ്മിണി ആ ചെമ്മിണി കൂടെ അടിക്കും. പ്രവർത്തിക്കാനുള്ളതായി ഇനി കുടിച്ച ഞാൻ വാള് പണി. എന്നാ വേണ്ട. പണ്ടാണെങ്കിൽ ലാവിഷായിട്ട് ഛർദിക്കായിരുന്നു. ഇപ്പൊ ചാരായത്തിനും തീ പിടിച്ച വിലയാ. ജോക്കി, ഇനി മോന്തിക്കൊണ്ടിരുന്ന അവരങ്ങ് പോവും. പറഞ്ഞ വഴി കൂടെ തന്നെ അധ്യക്ഷൻ വരുമോ? ആ പീതാംബരനോട് കൂറുള്ളവൻ അച്യുതൻ നായർ. അയാളൊരു വാക്ക് പറഞ്ഞ വാക്ക വൃത്തികെട്ടവൻ. അത് ശരിയാ. നാറിയാണെങ്കിലും അയാൾ ആള് നല്ലവനാ. കണ്ണു കാണാമല്ലോ. വരുന്നുണ്ട്. വേഗം ആ മുഖംമൂടി ഇട. പൊക്കോ. കിട്ടിയ അവസരം പാഴാക്കരുത്. അച്യുത നായർക്ക് ഒരെണ്ണം കൊടുത്തേരെ. അയാളല്ലേ സൂത്രധാരകൻ. നന്നായിട്ട് പെരുമാറു കുഞ്ഞുങ്ങളെ. പോ. എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരു 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് താൻ ജയിക്കേണ്ടതാ. പക്ഷെ നമ്മുടെ ആളുകൾക്കുള്ള ഒരു പരാതി താൻ നേരിട്ട് അവരോട് വോട്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാ. നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് തോന്നിട്ട് വേണല്ലോ ചെയ്യാൻ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അതുവല്ലോ നടക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് അധപ്പതിച്ചിരിക്കുകയല്ലേ. അയ്യോ, അയ്യോ, എന്നെ തല്ലി. വോട്ട് കിട്ടും, പുഷ്പം പോലെ ജയിക്കും. ഇതാണോ ജനാധിപത്യം? പീതാംബരന്റെ വിജയം സുനിശ്ചിതമാണെന്ന് കണ്ടപ്പോൾ അയാളെ വകവരുത്തി വിജയിക്കാനുള്ള ഹീനശ്രമം അപലപനീയമാണ്. നമ്മുടെ ജനാധിപത്യ ധ്വംസനമാണ്. അത് നാം മുളയിലെ നുള്ളിക്കളയേണ്ടിയിരിക്കുന്നു. പീതാംബരനെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഇന്നാട്ടുകാരോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നമ്മൾ ആത്മനിയന്ത്രണം കൈവിടരുത്.
അക്രമം നമ്മുടെ മാർഗമല്ല. നമുക്ക് ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ. പീതാംബരൻ എതിരാളികളുടെ മർദ്ദനമേറ്റ ആശുപത്രിയിലായത് ഒരു സാധാരണക്കാരനായിട്ടായിരുന്നു. പക്ഷെ ആശുപത്രി വിട്ടുവരുന്നത് പഞ്ചായത്ത് മെമ്പറായിട്ടായിരിക്കും.